കളിവീടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കുടുംബം പൊളിച്ചെടുക്കാൻ കമ്മീഷണർ തന്ന കൊട്ടേഷനാണെന്ന് ഇത് റാണി പറയുമ്പോൾ ശ്രീകുമാർ ഞെട്ടി നിൽക്കാൻ കേട്ടോ. ഇത് ഏറ്റെടുക്കുമ്പോൾ ആ പെണ്ണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ എന്ത് പാതകമാണ് ചെയ്യുന്നതെന്ന് ശ്രീകുമാർ തിരിച്ചു ചോദിക്കുകയാണ്. ഇത്രയും നാൾ റാണി ചെയ്തത് നല്ല കാര്യമായിരുന്നോ? അധികം വൈകാതെ നിനക്കും എനിക്കും ഒന്നിച്ച് ജീവിക്കാനുള്ള പണവുമായി ഞാൻ വരുമെന്ന് റാണി ശ്രീകുമാറിനോട് പറയാൻ കേട്ടോ. അങ്ങനെയുള്ള പണം എനിക്ക് വേണ്ടെങ്കിലും ഒന്ന് തിരിച്ച് ശ്രീകുമാറും ചോദിക്കുന്നുണ്ട്. തൽക്കാലം എനിക്ക് ഈ വേഷം അഭിനയിച്ച് തീർത്തല്ലേ പറ്റൂ. ഇവിടേക്ക് വന്ന പൂജ എവിടെ താമസിക്കണമെന്ന് അറിയോ എന്ന് റാണി ചോദിക്കുമ്പോൾ ശ്രീകുമാർ തിരിച്ച് സീതമ്മ അവിടെ പോയതാണ് എന്ന് പറയുകയാണ് കേട്ടോ. എങ്കിലേ നമുക്ക് അവിടെ നിന്നും അവളെ പുറത്ത് ചാടിക്കണം. നമ്മുടെ കസ്റ്റഡിയിൽ കുറച്ച് കാലം സൂക്ഷിക്കണം. അതിന് നീ എൻ്റെ കൂടെ നിൽക്കണമെന്ന് റാണി പറയാണ് കേട്ടോ ശ്രീകുമാറിനോട്. നിന്റെ മനസ്സ് ശരിക്കും കല്ലാണ് റാണി, കരിങ്കല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകുമാർ അവിടെ നിന്ന് ഇറങ്ങി പോവാൻ കേട്ടോ. പിന്നീട് സീതമ്മ കുടിക്കാനുള്ള വെള്ളവുമായി അവിടേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. അവൻ പോയോ എന്ന് സീതമ്മ ചോദിക്കുമ്പോൾ ആ എന്ന് റാണി പറഞ്ഞിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയാണ്. അപ്പോൾ നീയല്ല അല്ലേ ആ പെണ്ണ് എന്ന് സീതമ്മ ചോദിക്കുകയാണ് കേട്ടോ. അവൾക്ക് പകരം നീ അഭിനയിക്കാൻ പോയ വീട് ഏതാണ്? തൽക്കാലം തള്ള ആ വക ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കേണ്ടെന്ന് റാണി ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പകരം ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം മാത്രം പറഞ്ഞു തന്നാൽ മതി എന്ന് പറയാണ്. 10 വയസ്സുള്ളപ്പോൾ ഞാൻ ഒരുത്തൻ്റെ കാലിൽ കത്തിയിറക്കിയില്ലേ, അവനല്ലേ എന്നെ തള്ളയ്ക്ക് വിറ്റത്. അവൻ പിന്നെ തള്ളയെ കാണാൻ വന്നിരുന്നോ? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് സീതമ്മയിൽ നിന്നും അവൾ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അതിനിടയിൽ അർജുന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അർജുനോട് ഞാൻ ജീനയുടെ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. ഇത് കേട്ടിട്ട് സീതമ്മ ചോദിക്കുകയാണ്, കഴിഞ്ഞ ദിവസം വന്ന പെണ്ണിൻ്റെ ശരിക്കുള്ള ഭർത്താവായിരിക്കും വിളിച്ചതില്ലേ? ആഹാ, തള്ള വിചാരിച്ചതുപോലെ അല്ലല്ലോ, നല്ല ബുദ്ധിയാണല്ലോ എന്ന് പറഞ്ഞ് സീതമ്മനെ കൂട്ടി റാണി അകത്തേക്ക് പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അലക്സിച്ചായൻ്റെ വീടാണ് കേട്ടോ. വാതിൽ തുറക്കുമ്പോൾ റാണിയെ കണ്ടിട്ട് അലക്സിച്ചായൻ ചോദിക്കും, അല്ല ഇതാര്, റാണി മോളോ? വാ എന്ന് പറഞ്ഞ് റാണിയെ അകത്തേക്ക് കയറ്റിയിരുത്തുന്നു. ഇവിടെ ആരുമില്ലേ, വൈഫ് എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് റാണി. അപ്പോൾ അലക്സിച്ചായൻ വീട്ടിലെ വിശേഷമൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ വന്നത് അലക്സിച്ചായനിൽ നിന്നും ചില കാര്യങ്ങൾ അറിയാനാണ്, അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാനൊന്നുമല്ലെന്ന് പറയാൻ കേട്ടോ. എന്താ നീ വല്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് എന്ന് അലക്സ് തിരിച്ചു ചോദിക്കുകയാണ്. വല്ലാത്ത രീതിയിൽ പണ്ട് 10 വയസ്സുകാരിയോട് പെരുമാറിയത് താനല്ലേ എന്ന് റാണി തിരിച്ചു ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ടിട്ട് അലക്സ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ അലക്സിന് ആകെ കൺഫ്യൂഷൻ വരാൻ കേട്ടോ. അന്ന് അഞ്ജനയുടെ കൂടെ ആശുപത്രിയിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെയല്ലല്ലോ പെരുമാറിയതും സംസാരിച്ചതൊന്നും. അപ്പോൾ റാണി പറയേണ്ടത് അത് എനിക്ക് ഓർമ്മയില്ലായിരുന്നല്ലോ അന്ന്, അതുകൊണ്ടാണ്. പറയ് ആരാടി നീ എന്ന് അലക്സ് ചോദിക്കുകയാണ്. പറഞ്ഞില്ലേ അച്ചായ, ഞാൻ പഴയ റാണി. എല്ലാവരോടുമുള്ള കണക്ക് തീർക്കുന്ന കൂട്ടത്തിൽ പഴയ ഒരു കണക്കും കൂടി ചോദിച്ചറിഞ്ഞ് പോകാമെന്ന് കരുതി വന്നതാണ് എന്ന് റാണി പറയാൻ കേട്ടോ. അത് ശരി, അപ്പോൾ നീയാണല്ലേ ശരിക്കുമുള്ള റാണി? എൻ്റെ കയ്യിൽ നിന്ന് അന്ന് സീതമ്മ വാങ്ങിച്ചു കൊണ്ടുപോയ ആ കൊച്ചു കാന്താരി നീയാണല്ലേ? അല്ലെങ്കിലും ദൈവത്തിനുള്ളത് മാത്രമേ എന്നും ദൈവം എടുക്കൂ, അലക്സിനുള്ളത് എന്നും മാറ്റി വെച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അലക്സ് ഡോർ അടച്ചിട്ട് റാണിയെ കയറി പിടിക്കുകയാണ് കേട്ടോ. ഇതുകൊണ്ടിട്ട് റാണി അടങ്ങി നിൽക്കൂ. അവൾ നന്നായിട്ട് വയറ് നിറച്ചും കൊടുത്ത് ഫ്ലവർ വേസ്റ്റ് എടുത്തൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടോ. അയ്യോ അരുതെന്ന് പറഞ്ഞിട്ട് അലക്സ് നിലവിളിക്കുകയാണ്. ശേഷം റാണി അലക്സിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ച് സോഫയിലേക്ക് കൊണ്ടുപോയി തള്ളിയിടുകയാണ്. എന്നിട്ട് ഫ്ലവർ വേസ്റ്റ് കയ്യിലെടുത്തുകൊണ്ട് ചോദിക്കുകയാണ്, പറ എന്താണ് ശരിക്കും എൻ്റെ കഥ എന്നിട്ട് എല്ലാം ചോദിച്ചറിയാൻ കേട്ടോ. അലക്സ് അഞ്ജന പ്രസവിച്ചത് മുതൽ പൂജയെ അവസാനം ഹോസ്പിറ്റലിൽ കണ്ടുമുട്ടിയത് വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. എല്ലാം അറിഞ്ഞ ശേഷം റാണി പറയുകയാണ്, എൻ്റെ ചായയിൽ ഈ ലോകത്ത് ഇനി റാണിയേയുള്ളൂ. താൻ ആശുപത്രിയിൽ വെച്ച് എന്നെ പോലെ ഉള്ള ഒരാളെയും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് റാണി അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അർജുൻ്റെ വീടാണ് കേട്ടോ. അവിടെ മധു ആൻറ്റി പൂജാമുറിയിൽ തിരികൾക്കൊക്കെ തിരി കൊളുത്തുന്നു. ശേഷം പ്രാർത്ഥിക്കുന്നു. പിന്നീട് അച്ചമ്മയ്ക്കോ മാധുരിക്കൊക്കെ ദീപം കൊണ്ടുവന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ്, ഇതെന്താ നീ പതിവില്ലാതെ പൂജാമുറിയിൽ തീ കൊളുത്തുന്നത്? പൂജ എവിടെ പോയി? അപ്പോൾ മധു പറയാണ്, അവളെ രാവിലെ കണ്ടതാ, പിന്നെ കണ്ടതേ ഇല്ല. അപ്പോൾ മാധുരിയോട് ചോദിക്കുന്നുണ്ട്, അവരും പറയുന്നുണ്ട് അവർക്കും അറിയില്ല എന്ന്. കുറേ കാലമായി പതിവില്ലാത്ത സ്വഭാവവും രീതിയുമാണ് പൂജയ്ക്ക്. ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളുകളായി, ആരും അത് ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ പറ്റിക്കപ്പെടുകയാണെന്നൊക്കെ മധുമിത പറയാൻ കേട്ടോ. അപ്പോഴാണ് കേട്ടോ അർജുന അവിടേക്ക് വരുന്നത്. അപ്പോൾ അർജുന എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. മറ്റാർക്കും മനസ്സിലായില്ലെങ്കിലും കൂടെ കിടക്കുന്നവർക്കെങ്കിലും ഒരു അപ്പനെ അറിയണമെന്ന് മധു പറയുന്നുണ്ട് തിരിച്ച്. പൂജ എവിടെ പോയെന്ന് അറിയാത്തത് കാര്യം എന്ന് അറിയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, പൂജ ജീനയുടെ വീട്ടിലേക്കാണ് പോയതെന്ന് പറഞ്ഞിട്ട് അർജുനകത്തേക്ക് പോവാൻ കേട്ടോ. പിന്നീട് അർജുൻ ഇങ്ങനെ വസന്തനങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. വിശ്വനാഥൻ സാർ വന്നിട്ടുണ്ടെന്നും പൂജയെയും കൊണ്ട് നീ വിശ്വനാഥൻ സാർ പോയി കാണണം എന്നൊക്കെ പറയുന്നത്. പിന്നീട് അർജുൻ ജീനയെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ജീന പൂജ അവിടെ വന്നിട്ടില്ലെന്ന് പറയാണ്. പിന്നീട് പൂജ ഗേറ്റ് കടന്ന് വരുന്നതൊക്കെ അർജുനൻ മുകളിൽ നിന്ന് കാണുകയാണ് കേട്ടോ. താൻ എന്താ ഇത്ര വൈകിയെന്ന് അജയേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ അജയേട്ടനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ എന്ന് പൂജ പറയാണ്. അത് ജീനയുടെ വീട്ടിൽ പോയ കാര്യമല്ലേ, അതിന് താൻ ജീനയുടെ വീട്ടിൽ പോയിട്ടില്ലെന്നും ആശ്രമത്തിലെ ഒരു കുട്ടിക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നൊക്കെ പറയാൻ കേട്ടോ.
ഓ എന്താ ഒരു ചൂട്, ഇനി പോയി ഒന്ന് കുളിക്കട്ടെ എന്ന് പറഞ്ഞ് പൂജ കുളിക്കാൻ പോയി.